നാളിതുവരെയായി ഞാൻ നിരവധി ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ആ വീഡിയോ ഇടുന്നതിന് താഴെ എപ്പോഴും വരുന്ന കമൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടിയില്ല. പിന്നെ മറ്റൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. ഇതാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന കമൻറ്റുകൾ. അപ്പോൾ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് സിബിൽ സ്കോർ ഉള്ളതെന്ന്. നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഏറ്റവും വേണ്ട അനുയോജ്യമായ ഒരു സിബിൽ സ്കോർ എന്ന് പറയുന്നത് ശരിക്കും 750 എന്നാൽ തന്നെ 650 തൊട്ട് ചില കമ്പനികൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് തന്നേക്കാം. അപ്പോൾ അതിനും താഴേക്കാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയേ വേണ്ട, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. അപ്പോൾ 650 മുകളിലേക്ക് പോയിക്കോട്ടെ, 750 ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് ക്രെഡിറ്റ് കാർഡുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് ഒരു ഫീയും കൊടുക്കാതെ ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള, അതായത് ആനുവൽ ഫീയും ജോയിനിങ് ഫീയും ഒന്നും ഇല്ലാത്ത ക്രെഡിറ്റ് കാർഡ് ആണോ ഇത് എന്നാണ് പലരും ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മളിന്നിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡുകളൊക്കെ തന്നെ ശരിക്കും നമുക്ക് ആനുവൽ ഫീ അല്ലെങ്കിൽ ജോയിനിങ് ഫീ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അത് ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ ഒരു വർഷത്തിൽ ഒരു 1.5 ലക്ഷം രൂപയുടെയൊക്കെ ട്രാൻസാക്ഷൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആനുവൽ ഫീ കൊടുക്കേണ്ടി വരില്ല. ഇനി ജോയിനിങ് ഫീ ഉണ്ടെങ്കിൽ തന്നെ അതിന് പകരമായിട്ട് തുല്യമായിട്ടുള്ള ആമസോണിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൻ്റെ ഗിഫ്റ്റ് വൗച്ചറും ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് 0 ആണെന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് 1 രൂപ പോലും നഷ്ടം വരാത്ത ക്രെഡിറ്റ് കാർഡുകളാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SBIയുടെ ആണ്, സിംപ്ലി ക്ലിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, അപ്പോൾ ഇതിലൊക്കെ വലിയ സെയിലുകൾ വരും. അതിപ്പോൾ അടുത്തൊരു സെയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് 10% ഡിസ്കൗണ്ട് കിട്ടും. അത് നല്ലൊരു ഓഫറാണ്. ഇത് കൂടാതെ ചില ടൈമിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ മറ്റു ചില ഓഫറുകളും കാണാൻ സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡാണ് ഈ ഒരു സിംപ്ലി ക്ലിക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇവർ നിങ്ങളുടെ ആനുവൽ ഫീ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് 500 രൂപയുടെ ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ തരും. അപ്പോൾ അത് നമുക്ക് അവിടെ 0 ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാർട്ട്നേഴ്സായിട്ടുള്ള നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇരട്ടി റിവാർഡ് പോയിൻറ്റുകൾ കിട്ടും. ഇത് കൂടാതെ നമ്മൾ ഇവരുടെ പാർട്ട്നേഴ്സ് അല്ലാത്ത മറ്റു പ്ലാറ്റ്ഫോമുകളിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ഇരട്ടി റിവാർഡ് പോയിൻറ്റ്, അങ്ങനെ ഓൺലൈൻ സ്പെൻഡിന് കൂടുതൽ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് സിംപ്ലി ക്ലിക്ക് എന്ന് പറയുന്നത്. പിന്നെ ഓരോ ലക്ഷം രൂപയുടെയും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് 2000 രൂപയുടെ ഈ വൗച്ചറും അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഫ്യൂവൽ സർചാർജ് വൈവർ ഉണ്ട്. അത് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡുകൾക്കും ഉണ്ടാവും. ഞാൻ ഇനി പറയാൻ പോകുന്നില്ല, അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല. പിന്നെ ഇതുകൂടാതെ നമുക്കിനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെ കിട്ടുമെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് നോക്കാം. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കെല്ലാം തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞത് അത് 30,000 രൂപയുടെയെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും അത്തരം വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറും മറ്റു പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFCയുടെ ടാറ്റ ന്യൂ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ടാറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ ലാഭകരമാവുക. അതായത് 2% ക്യാഷ് ബാക്കാണ് നമുക്ക് ടാറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുക. ഇതുകൂടാതെ സെലക്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറീസ് നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂ കോയിൻ എന്ന പേരിലായിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ പിന്നീട് റിഡീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ടുകളിലാണ് ഇവർ ലോഞ്ച് ആക്സസ് തരുന്നത്. ഒരു വർഷത്തിൽ 4 എണ്ണം, ക്വാർട്ടർലി 1 എന്ന രീതിയിലാണ് ലോഞ്ച് ആക്സസ് കിട്ടുന്നത്. അപ്പോൾ ലോഞ്ച് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 രൂപ അവിടെ ലോഞ്ചിൽ കൊടുക്കേണ്ടിയും വരും. അങ്ങനെ സൗജന്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ 2 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് ലോഞ്ച് ആക്സസ് വരുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീ 499 രൂപയാണ്. പക്ഷേ ജോയിനിങ് ഫീ നിങ്ങളിന്ന് കളക്ട് ചെയ്യുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ടാറ്റ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂ കോയിൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫലത്തിൽ 0 ആണെന്ന് പറയാം. 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഇവിടെ നമുക്ക് സാലറി കുറച്ച് കുറവ് മതി. അതായത് 25,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. പിന്നെ നിങ്ങൾ ഇനി സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ പക്ഷേ നമുക്ക് ഇത് പോരാ, 6 ലക്ഷമെങ്കിലും വരുമാനം കാണിച്ചാൽ മാത്രമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുക.
അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ പേരൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പരിചയപ്പെടാവുന്നത് ശരിക്കും ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. അത് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണമെന്ന് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ 40% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് 2 തവണ കിട്ടും. അതായത് നിങ്ങൾക്ക് 120 രൂപ ഡിസ്കൗണ്ട് ഒരു മാസത്തിൽ 2 തവണ എന്ന രീതിയിൽ 2880 രൂപ ഒരു വർഷത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ മിന്ത്രയിൽ നിന്നൊക്കെ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എല്ലാ പർച്ചേസിനും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. ഇനി നിങ്ങൾ ആമസോൺ പേ ഉപയോഗിച്ചിട്ട് യൂട്ടിലിറ്റി ബില്ലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പേ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് 5% ഓഫാണ് ഇവിടെ കിട്ടുക. പിന്നെ സിനിമാ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് 10% ഡിസ്കൗണ്ട്, അതായത് പരമാവധി 100 രൂപ നമുക്ക് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ ഇത് കൂടാതെ ബ്ലിങ്കിറ്റ്, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല, പക്ഷേ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഡിസ്കൗണ്ടുകളുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡും 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് കിട്ടുക. പക്ഷേ സാലറി വളരെ കുറവുള്ളവർക്ക് കിട്ടും. അതായത് 21,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. ഇനി നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാസം 30,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്സിസ് നിയോ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്യണമെങ്കിൽ ശരിക്കും എൻ്റെ ഒരു റെക്കമെൻഡേഷൻ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക എന്നാണ്. കാരണം ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്ന, അതായത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ പ്ലാറ്റിനം റിവാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാമെങ്കിലും അവിടെ രസകരമായൊരു കണ്ടീഷനാണ് കമ്പനി പറയുന്നത്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടി നിങ്ങൾ 30 ദിവസത്തിനുള്ളിൽ 500 രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ 250 രൂപ പ്ലസ് GST അവർക്ക് കൊടുക്കേണ്ടി വരും. അതാ നിങ്ങൾ ആ ഒരു മാസത്തിനകത്ത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫീ ഒന്നും തന്നെ കൊടുക്കേണ്ടി വരില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫ്യൂവലിൻ്റെ ബില്ല് പേ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ 150 രൂപയ്ക്കും 5 റിവാർഡ് പോയിൻറ്റ് ലഭിക്കും. മറ്റുള്ള സ്പെൻഡിങ്ങിനൊക്കെ നമുക്ക് ഓരോ 150 രൂപയ്ക്കും 1 റിവാർഡ് പോയിൻ്റാണ് ഇവർ നൽകുക. ഇനി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആർക്കൊക്കെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 20,000 രൂപയെങ്കിലും സാലറി ഉണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. പക്ഷേ നിങ്ങൾ സിറ്റി ലിമിറ്റിനുള്ളിലാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നൽകാറുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയേക്കാം, പക്ഷേ ഇത് സിറ്റി ലിമിറ്റിലാണ് കൂടുതലും നൽകുന്നത്. അത് മാത്രമല്ല, സ്റ്റാൻഡേർഡ് ചാർട്ടേഡിൻ്റെ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് തരില്ല. അത് ഒരു കാർഡ് ഉണ്ടെങ്കിൽ മറ്റൊരു കാർഡ് അവർ തരില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ 21 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ആനുവൽ ഫീയും ജോയിൻ ഫീയും ഒന്നുമില്ലാത്ത മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ദ ലെജൻഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്. ഇതിന് ഒരു ഫീയും നിങ്ങൾ കൊടുക്കേണ്ടതില്ല. പക്ഷേ ഈ ഒരു ബാങ്കും പ്രവർത്തിക്കുന്ന കൂടുതലും സിറ്റി ലിമിറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയ്ക്ക് ഉള്ളിലുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നവർക്കാണ്. എയർപോർട്ടിൽ, അതായത് ഇൻ്റർനാഷണലും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിലും 8 ലോഞ്ച് ടാക്സ് ആണ് ഒരു വർഷം ഇവർ ഓഫർ ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓഫർ തന്നെയാണെന്ന് പറയാം. കാരണം ഇന്ന് പല കമ്പനികളും ഈ ലോഞ്ച് ടാക്സ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 8 ലോഞ്ച് ടാക്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓഫർ തന്നെയാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇടുന്നവർക്ക് മറ്റൊരു നല്ല ഓഫർ കൂടിയുണ്ട്. അതായത് നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ ഒരു ടിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ മറ്റൊരു ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. അങ്ങനെ ഒരു മാസത്തിൽ പരമാവധി 3 ടിക്കറ്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നവർക്ക് ICICI ലൊംബാർഡിൻ്റെ ഒരു ട്രാവൽ ഇൻഷുറൻസ് കൂടി ഇവർ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പുറത്തിറക്കുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത്, ഇതുപോലെ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് നിരവധി ഡിസ്കൗണ്ടുകൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നവർക്കും അതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്കും മികച്ചൊരു ക്രെഡിറ്റ് കാർഡാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ലെജൻഡ് എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ്. 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നമുക്കൊരു 25,000 രൂപയെങ്കിലും സാലറി വേണം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നൽകുക. അപ്പോൾ ഇത്തരത്തിലുള്ള 5 ക്രെഡിറ്റ് കാർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ഇതിൽ ഞാൻ എപ്പോഴും ആളുകളടുത്ത് പറയുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ആ ഒരു ആക്സിസ് നിയോ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ SBIയുടെ സിംപിളി ക്ലിക്ക്, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാൻ സാധ്യത ഉള്ളത്. ബാക്കിയുള്ളതിനൊക്കെ തന്നെ കിട്ടും, പക്ഷേ നിങ്ങൾ ഓരോരോ നിയന്ത്രണങ്ങൾ ഓരോന്നിനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തായാലും സിബിൽ സ്കോർ 650 താഴെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയേ വേണ്ട.
മിനിമം വേണ്ടത് എന്ന് പറയുന്നത് ശരിക്കും 750 അത് നിങ്ങൾ വെരിഫിക്കേഷൻ ശേഷമായിരിക്കും അവർ അപ്രൂവൽ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ക്രെഡിറ്റ് കാർഡുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മറക്കാതെ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക.